ആലുവയ്ക്ക് വളരെ അടുത്തായിട്ട് ചുണങ്ങവേലി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. രാജഗിരി ഹോസ്പിറ്റലിനോട് വളരെ അടുത്താണ്, 200 മീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 3ഓളം പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന വീടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വീടാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. 3 സെൻറ്റ് 600 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 1750 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. ഇവിടുന്ന് മെട്രോ സ്റ്റേഷനിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും എയർപോർട്ടിലേക്കും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. ഇനി നമുക്ക് വീടിൻ്റെ എലിവേഷൻ ഒന്ന് കാണാം. ഫസ്റ്റ് വീടിന് 2 സൈഡ് വഴി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലെ മതിലിനും ടെക്സ്ചർ വർക്കും 4-way ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സൈഡിലും അതേ പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഫോൾഡ് ചെയ്യുന്ന രീതിയിലും ഗേറ്റ് വന്നിട്ടുണ്ട്. നേരെ നമ്മൾ കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണ്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. പോർച്ചിൽ തന്നെ വലിയ വാഹനം പാർക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ടൈല് കൊടുത്തിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഇനി ഫ്രണ്ടിലേക്ക് വരാം. ഈ ഭാഗത്തേക്ക് വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് വരുന്നത് വെസ്റ്റ് സൈഡാണ്, ഇത് വരുന്നത് സൗത്ത് സൈഡാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. ഇനി ഫ്രണ്ടിലേക്ക് വരാം. ചുറ്റും നടക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഇവിടെ ആയിട്ട് ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിൽ വെല്ല് വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല വെള്ളം കിട്ടുന്ന ഏരിയ ആണ്. അപ്പം വെല്ല് കറക്റ്റായിട്ട് കവർ ചെയ്ത് ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോർച്ചിലായിട്ട് പവർ പോയിൻറ്റും വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ വീടിൻ്റെ അകത്തേക്ക് വരികയാണ്. സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. നല്ല കളർ പാറ്റേണിലുള്ളൊരു ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മേലെ നല്ലൊരു ഫാൻ വന്നിട്ടുണ്ട്. നേരെ അകത്തേക്ക് കയറാം. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. 2 പീസ് ഡോറാണ് വന്നിരിക്കുന്നത്. ടീക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡോർ പാറ്റേണിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഹാൻഡിലെല്ലാം വുഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നേരെ ലിവിങ് സ്പേസിലേക്ക് വരാം. നല്ല ലെങ്തി ആയിട്ടുള്ളതും നല്ല വലിപ്പമുള്ളതുമായ ലിവിങ് സ്പേസ് ആണ്. അത് ഡൈനിങ്ങിൽ നിന്ന് സെപ്പറേഷൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇത് മാത്രമല്ല മേലെ ഭംഗിയായിട്ടുള്ള ഫാൾ സീലിംഗ് വർക്കും ഫാനും ഒക്കെ വരുന്നുണ്ട്. ഫാൾ സീലിംഗിൽ ഒരു വുഡിൻ്റെ ഒരു ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വെസ്റ്റ് സൈഡാണ്. 4 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. വലിയ വിൻഡോസും കൊടുത്തിട്ടുണ്ട്. അപ്പം സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് ഇതിൻ്റെ ലിവിങ് സ്പേസ് ആണ് വന്നിരിക്കുന്നത്. TV യൂണിറ്റിലേക്ക് വരാം. നല്ല വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ്, സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് TV യൂണിറ്റ് കൊടുത്തുള്ളത്. LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. നേരെ ഡൈനിങ്ങിലേക്ക് പോകുന്ന എൻട്രൻസിനെയും ഭംഗിയായിട്ട് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ LED ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മേലെ ഒരു CNC കട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഡൈനിങ്ങിലേക്ക് വരികയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. വിത്ത് ഓപ്പൺ കിച്ചണോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഈസ്റ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഫ്രഞ്ച് വിൻഡോസ് കൊടുത്തിരിക്കുന്നു. 4 പാളി ഒതുങ്ങി മാറിയിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ വാഷ് ബേസിനാണ് ഗ്രാനൈറ്റിൻ്റെ മേലെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിങ്സ് വന്നിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. ഇനി സ്റ്റോറേജ് സ്പേസിനായിട്ട് ഇവിടെ ഇൻവെർട്ടറും മറ്റുമൊക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഡിസൈനിലാണ് ഇതും കൊടുത്തിട്ടുള്ളത്. ഇത് ഡബിൾ ഹൈറ്റ് വരുന്ന ഭാഗമാണ്. മേലെ ഫാൾ സീലിംഗ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫാൻ വരുന്നുണ്ട്. DB യൂണിറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. 3 ഫേസ് ലൈനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഫിറ്റിങ്സ് വന്നിരിക്കുന്നതൊക്കെ ലഗ്രാൻഡിൻ്റെ ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി കൗണ്ടറിലേക്ക് വരാം. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയുള്ള വർക്കുകളൊക്കെ വരുന്നുണ്ട്. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. ഇതാണ് നോർത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റ് സൈഡിൽ 3 പാളി ജനൽ വന്നിട്ടുണ്ട്. L ഷേപ്പിൽ ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുകയാണ്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ക്വാളിറ്റിയുള്ള സിങ്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. 2 ടാപ്പ് വന്നിരിക്കുന്നതും സെറയുടെ തന്നെയാണ്. കൈയെത്തുന്ന ദൂരത്തെല്ലാം നല്ല കബോർഡുകൾ വന്നിട്ടുണ്ട്. അതിന് നല്ലൊരു കളർ പാറ്റേണും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സിംഗിൾ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നൊരു സ്പേസ് നോക്കാം. ഇങ്ങനെ വർക്ക് ഏരിയ വരുന്നുണ്ട്. 2 സൈഡും ഡോറ് വരുന്നുണ്ട്. അപ്പം അടച്ചുറപ്പുള്ളൊരു വർക്ക് ഏരിയ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. നോർത്ത് സൈഡുമാണ്. അവിടെ ഒരു ടാപ്പ് പോയിൻറ്റും വരുന്നുണ്ട്. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 15 അടി നീളവും 10 അടി വീതിയിലുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഫാൾ സീലിംഗ് വർക്ക് ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നോർത്ത് സൈഡ്.
ഇത് വെസ്റ്റ് സൈഡുമാണ്. നല്ല ഭംഗിയുള്ള ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. കബോർഡും ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മിറർ കാര്യങ്ങളൊക്കെ അതിനും വരുന്നുണ്ട്. വിൻഡോസിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ 4 പാളി ജനലും വന്നിരിക്കുന്നു. ഇനി നമ്മൾ നേരെ ബാത്റൂമിലേക്കാണ് വരുന്നത്. സെനയുടെ ഫിറ്റിങ്സ് ആണ്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്. വെറ്റ് ഡ്രൈ ആയിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഫുൾ ലെങ്ത് ടൈൽ ഒട്ടിച്ചിരിക്കുന്നു. ഇവിടെ ആയിട്ടാണ് ഇതിന് ഹീറ്ററിൻ്റെ പോയിന്റും റെയിൻ ഷവറും വന്നിട്ടുണ്ട്. ഡയവർട്ടറാണ് ഇവിടെ വന്നുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഫിറ്റിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഡോറിൻ്റെ ലോക്ക് വരെ സ്പൈഡറിൻ്റെ ആണ് കൊടുത്തുള്ളത്. ഫൈബർ ഡോറും വന്നിരിക്കുന്നു. ഇനി നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിലാണ്. സ്ക്വയർ ട്യൂബിൽ വുഡ് പൊതിഞ്ഞിരിക്കുകയാണ്. ഈസി ആയിട്ട് മേലെ കയറാം. ഒന്ന് കയറി ലാൻഡ് ചെയ്തിട്ട് വീണ്ടും കയറുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് കയറി വരുന്നത്. ഇത് ഈസ്റ്റ് സൈഡാണ്. 4 പാളി ജനലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു L ഷേപ്പിലാണ് അപ്പർ ലിവിങ് സ്പേസ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി സ്പേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. 15 അടി നീളവും 10 അടി വീതിയിലുള്ള ബെഡ്റൂം തന്നെയാണ്. സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സെയിം കബോർഡ് പാറ്റേൺ തന്നെയാണ് ഇതിനും വന്നിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമുക്കിതിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഈ ഭാഗം വരുന്ന സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡായിട്ട് വരും. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും ഫാനും കബോർഡും ഒക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. എല്ലാം വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മാക്സിമം ടൈല് ഫുൾ ലെങ്ത് ആയിട്ട് ഒട്ടിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാറ്റ് ടൈൽ തന്നെയാണ് വന്നിരിക്കുന്നത്. 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, വാഷ് ബേസിൻ, മിറർ ലൈറ്റൊക്കെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പവർ സോക്കറ്റും വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ കാഴ്ച കണ്ടു. ഇനി നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. അവിടെയായിട്ട് വാട്ടർ പോയിന്റും പവർ പോയിന്റും ഒക്കെ വരുന്നുണ്ട്. അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷികളൊന്നും കടക്കാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വി ബോർഡിലാണ് ഇതെല്ലാം കവർ ചെയ്തിരിക്കുന്നത്. ഇനി ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. ലാഡർ കൊടുത്തിട്ടുണ്ട്, ഹാൻഡിൽ വരുന്നുണ്ട്, സ്റ്റെപ്പ് നനയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. മേലെ ഷീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. അതിവിശാലമായുള്ളൊരു ബാൽക്കണിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ടഫിൻ്റെ ഗ്ലാസ് വരുന്നുണ്ട്. വിശാലമായുള്ളൊരു ബാൽക്കണിയാണ്. ബാൽക്കണിയിലും ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഊഞ്ഞാലും മറ്റുമൊക്കെ കൊടുക്കാനുള്ള സ്പേസ് നമുക്ക് ബാൽക്കണിയിൽ കിട്ടുന്നുണ്ട്. നല്ലൊരു ഏരിയയിലുള്ളൊരു മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ആലുവയ്ക്ക് വളരെ അടുത്തായിട്ടും, അതായത് മെട്രോ സ്റ്റേഷനിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും എയർപോർട്ടിലേക്കും ഈസി ആക്സസ് ഉള്ളൊരു ഏരിയയിൽ വലിയൊരു ഹോസ്പിറ്റലിനോട് വളരെ അടുത്തായിട്ട്, അതായത് ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് രാജഗിരി ഹോസ്പിറ്റൽ തന്നെയാണ്. നടക്കാവുന്ന ദൂരത്താണ് ഈ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അവിടെ നിന്നും വെറും 200 മീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ് ഈ 3 വീടുകൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഫിനിഷായ വീടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 3 സെൻറ്റ് 600 ലെങ്സ് ലാൻഡ് ഏരിയയിൽ 1750 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 70 ലക്ഷം രൂപ മാത്രമാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വീഡിയോ കണ്ട് വീടെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.